നമസ്കാരം, പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വിയറ്റ്നാംകാരനാണ് കേട്ടോ. ആസ് യൂഷ്വൽ നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് സിമ്പിളായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷനും 4 കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുള്ളൂ. അത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പിന്നെ വെറുതെ അവരുടെ കോൺഫിഡൻസ് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവനെന്ത് എസ് ഒക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഇനി ഇതിന് സബ് ടൈറ്റിൽ വെക്കേണ്ടി വരും തോന്നുന്നു. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ജിക്കോ ഷോക്കാ ഗൈഷിമസ്. はい。私はブエンハーフです。今年22歳です。ベトナムのロンソです。ロンソは賑やかで大きくて綺麗なところです。訪れてみてください。私の家族は4人です。父、母、妹と私です。父はハンサムで背が高くて親切な人、家族のために一生懸命働いてくれます。母は優しくて料理を作ってくれます。私の専門はオフセット印刷作業です。私の会社は関連設置黒株式会社です。日本での3年間で日本人の働き方を学んで趣味たいです。皆さんを習得するために日本語を勉強し続けようと思っています。国に帰った後で新しい牛を買ってあげるようにお金を働いてくれます。ベトナムで日本企業で働こうと思っています。どうぞよろしくお願いいたします。よろしくお願いします。അപ്പോൾ ആദ്യമായിട്ടോ ഒരുത്തൻ ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എസ് എ ചെയ്ത് കൊണ്ട് നിൽക്കണം കേട്ടോ. ഇവരൊരു പ്രശ്നം എന്താ പറയുക, വിയറ്റ്നാംകാർക്ക് ഭയങ്കര മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. അപ്പോൾ അവർ പ്രൊനൗൺസിയേഷനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ടിൽ വന്നിട്ട് സംസാരിക്കാൻ പറയുമ്പോഴും ഇവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവരുടെ ഒരു സ്ലാങ്ങിലേക്ക് പോകുമ്പോൾ എല്ലാവരും കിടന്ന് ചിരിച്ച് കളിയാക്കി. ഇവർക്ക് ഓൾമോസ്റ്റ് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഭയങ്കര പാടുപെട്ട് ഞാനിങ്ങനെ 7 പേര് വരാമെന്ന് പറഞ്ഞാട്ടോ. ഇവൻ്റെ കമ്പനിയിൽ 7 പേരുണ്ട്. അതിലാകെ ഇവൻ മാത്രമേ വന്നുള്ളൂ, ബാക്കിയൊക്കെ എസ്കേപ്പ് അടിച്ചു. പക്ഷേ ഇവൻ പഠിക്കണം എന്ന് ഭയങ്കര എന്താ പറയുക, എങ്ങനെയെങ്കിലും പഠിക്കണം. അതായത് ഇവൻ സംസാരിക്കാനൊക്കെ നോക്കും, പക്ഷേ നമുക്കും തിരിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളിയാണ്. കാഞ്ചിയൊക്കെ കിടലാണ് കേട്ടോ. കാഞ്ചിയൊക്കെ അടിപൊളിയാണ്. അവൻ എഴുതിയേക്കണം മൊത്തം കാഞ്ചിയില്ല. കാഞ്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാഞ്ചിയിൽ വളരെ പുറകോട്ടാണ് കേട്ടോ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പേര് ബൂയി എന്നാണ് പേര്. 22 വയസ്സാണ്. വിയറ്റ്നാമാണ് സ്ഥലം. പിന്നെ കുറേ പറഞ്ഞിട്ടവൻ, അതായത് അച്ഛൻ ഭയങ്കര കഠിനാധ്വാനിയാണ്, അമ്മ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദയാലുവാണ്. പിന്നെന്താ പറഞ്ഞവൻ, അവൻ്റെ ടൗണ് ഭയങ്കര വലിയ ടൗണാണ്. അങ്ങനെ കുറേ പറഞ്ഞിരുന്നു. അവൻ ശരിക്കും അതിനു വേണ്ടി പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്നു. ദോനോ ഗുറൈ നിഹോങ്കോ ബെങ്കിയോ ശിമഷിതാ കാ? はい。私は6回中日本語を勉強していました。6 മാസത്തോളം ജാപ്പനീസ് പഠിച്ചത്.仕事は何ですか? はい。私の仕事はオフセット印刷作業です。അപ്പോൾ ബുക്ക് പ്രിൻറ്റിങ് പ്രസ്സാണ് കേട്ടോ. ബുക്ക് പ്രിൻറ്റിങ്ങും ബൈൻഡിങ്ങും അതാണ് ഇവരുടെ ജോലിയായിട്ട് വന്നേക്കണത്. അതാണ് ഇവർക്ക് കിട്ടിയേക്കണത്. ഒരു 7 പേരോളം ഉണ്ട് കേട്ടോ. എല്ലാവരും ചെറിയ പിള്ളേരാണ്. 18, 19, 20, ഒരു 22 വയസ്സിലുള്ളവരാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
സാധാരണഗതിയിൽ നിന്ന് കുറച്ച് ലോങ് ആയി എനിക്കറിയാം. പക്ഷേ ഇവൻ അത്രയും പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ടാണ് ഇവൻ അതായത് ഞാൻ ഇൻ്റർവ്യൂവിന് അടങ്ങിയൊരു കാര്യമുണ്ട് നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ എന്ന് കുറേ ചോദിച്ചതിനോട് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്നാണ് എനിക്ക് കത്തിയത് ഇവൻ ഇത്രയും പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീണ്ടുപോയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.